നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി അതിജീവിത. ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ നീതി ഉറപ്പാക്കാൻ കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഭരണത്തിലെ ഉന്നതരും കേസിലെ പ്രതിയായ നടൻ ദിലീപുമായി അവിശുദ്ധ ബന്ധമെന്നും ഹർജിയിൽ അതിജീവിത ആരോപിക്കുന്നു. വിചാരണ കോടതിക്കെതിരെയും ഹർജിയിൽ ഗുരുതരമായ ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിൽ ഇരയ്ക്കൊപ്പം നിന്ന് മികച്ച രീതിയിൽ കേസിലിടപെട്ട സർക്കാർ അന്തിമഘട്ടത്തിൽ കേസ് ഒന്നുമല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അതിജീവിത ആരോപിക്കുന്നു. കേസിലെ പ്രതിയായ ദിലീപിന് ഭരണമുന്നണിയിലെ ഉന്നതരുമായി അവിശുദ്ധ ബന്ധമുണ്ട്. ഈ ഉന്നതർ പോലീസിനെയും പ്രോസിക്യൂഷനെയും സ്വാധീനിച്ച് കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അഭിഭാഷക വൃത്തിയുടെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി കേസിലിടപെട്ട ദിലീപിന്റെ അഭിഭാഷകർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെയും തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെയും തെളിവുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മുതിർന്ന അഭിഭാഷകരും സർക്കാരുമായുള്ള ബന്ധത്തെ തുടർന്ന് ചോദ്യം ചെയ്യൽ പോലും നടത്താതെ അഭിഭാഷകരെ കേസിൽ നിന്നും ഒഴിവാക്കി. അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ നീക്കിയ ശേഷം തട്ടിക്കൂട്ടിയ തുടരന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. വിചാരണ കോടതിക്കെതിരെയും ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഹർജിയിൽ അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. കേസിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ കോടതിക്ക് വ്യഗ്രതയുള്ളതായി സംശയമുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം. പീഡിപ്പിച്ച ശേഷം പ്രതികൾ പകർത്തിയ ദൃശ്യങ്ങൾ ചോർന്നത് കോടതിയിൽ നിന്നാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ദൃശ്യങ്ങൾ ചോർന്നതിന്റെ ഉത്തരവാദിത്വം കോടതിക്കാണ്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ പ്രതിയാക്കി തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തെളിവ് നശിപ്പിച്ചെന്നാണ് കുറ്റം. ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ, അഭിഭാഷകർ എന്നിവർ പ്രതിപട്ടികയിലില്ല. ദിലീപും ശരത്തുമടക്കം 10 പ്രതികളാണ് ഇനി കേസിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞ് ഹൈക്കോടതി ജഡ്ജി കൗസർ ഇടപ്പകത്ത്. അതിജീവിത അവിശ്വാസം രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ജഡ്ജിയുടെ പിന്മാറ്റം. ഈ സാഹചര്യത്തിൽ അതിജീവിതയുടെ ഹർജി മറ്റൊരു ബെഞ്ചാണ് പരിഗണിക്കുക. ജഡ്ജിയെ വിശ്വാസമില്ലെന്നും ഹർജി മറ്റൊരു ബെഞ്ചിൽ പരിഗണിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പുതിയ വിവാദങ്ങൾ തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തും ചർച്ചയാകുന്നു. കേസ് ഒതുക്കി തീർക്കാൻ സർക്കാരിന് ഇടനിലക്കാർ ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേസിൽ മുൻ MLA PT തോമസ് നടത്തിയ ഇടപെടലുകൾ ചർച്ചയാക്കിക്കൊണ്ടാണ് UDF വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ അവകാശവാദങ്ങൾക്ക് മേൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയാണ്. കേസിൽ തുടക്കം മുതൽ ഇടപെട്ടയാളാണ് മുൻ MLA PT തോമസ്. നടിക്ക് നീതി കിട്ടാൻ PT തോമസ് നടത്തിയ പോരാട്ടങ്ങളെ സർക്കാർ ഇല്ലാതാക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. കേസ് ഒതുക്കാൻ ഇടനിലക്കാരായ CPM നേതാക്കളുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ കേസ് ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ തുടരുന്നത്. ഇതിന് CPM നേതാക്കൾ തന്നെ ഇടനിലക്കാരായി നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കേസ് അന്വേഷണത്തിന്റെ വഴിയിൽ തന്നെ അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് അത് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കേസ് തേച്ചു മാച്ച് ഇല്ലാതാക്കി കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. കേരളത്തെ ഞെട്ടിച്ച ഒരു ആരോപണമാണിത്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രി പ്രചരണം നയിക്കുമ്പോഴാണ് പുതിയ വിവാദമുയരുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പ്രതിപക്ഷം സമ്മർദ്ദമുയർത്തുകയാണ്. BJPയും സമാന വിമർശനമുയർത്തി. ഒരു 50 കോടിയും കൂടെ മുടക്കിയിട്ട് മതിൽ കെട്ടിക്കോട്ടെ. നമ്മളെ കാശ് എടുത്തിട്ട് ഒരു 50 കോടിയും കൂടി കെട്ടിയിട്ട് മതിൽ കെട്ടിക്കോട്ടെ. ഇതൊക്കെ വാചക കസർത്തുകൾ മാത്രമാണ് സർക്കാരിൻ്റെ. ആത്മാർത്ഥമുള്ള ഒരു നടപടിയും അവരുടെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നവോത്ഥാന മതിൽ ഒന്നും കൂടി കെട്ടട്ടെ എന്ന്. മഴക്കാലത്തായാലും കുഴപ്പമില്ല. നടിയെ ആക്രമിച്ച കേസിലെ സർക്കാർ നിലപാടിനെതിരെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസും രംഗത്തു വന്നു. തൃക്കാക്കരയിലെ മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങളിൽ പുതിയ ചർച്ചയായി അതിജീവിതയുടെ ആരോപണങ്ങളും മാറുകയാണ്. ന്യൂസ് 18 തൃക്കാക്കര. പ്രതികുറ്റക്കാരൻ ശിക്ഷാവിധി നാളെ. വിസ്മയക്കേസിൽ കിരൺകുമാർ കുറ്റക്കാരൻ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ ശിക്ഷ നാളെ പ്രഖ്യാപിക്കാം. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് വിസ്മയുടെ അച്ഛൻ പ്രതികരിച്ചു. കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ വിസ്മയുടെ മരണത്തിൽ ഭർത്താവും പ്രതിയുമായ കിരൺകുമാർ കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304B, 498A, 306, സ്ത്രീധന നിരോധന നിയമത്തിലെ 3-4 വകുപ്പുകൾ എന്നിവ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്.
സാക്ഷികൾക്കുപരിയായി ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമായി. പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റകൃത്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് തികച്ചും മാതൃകാപരമായ ഒരു വിധിയാണ്. ഈ വിധി ഞാൻ ഇത് കാണുന്നത് ഒരു വ്യക്തിക്കെതിരെയല്ല, ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് ഈ വിധി. വിധിയിൽ സന്തോഷമുണ്ടെന്നും മറ്റൊരു പെൺകുട്ടിക്കും തന്റെ മകളുടെ അവസ്ഥ ഉണ്ടാകരുതെന്നും വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ നായർ. നമുക്ക് ഒരു അച്ഛനും ഈ ഒരു ഗതി വരുത്തല്ലെന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഈ കോടതിക്കകത്ത് ഞാൻ 4 ദിവസം ആ കൂട്ടിനകത്ത് ഇരുന്നെന്ന് പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ തെറ്റ് ചെയ്തുള്ളൂ. ഞാൻ സ്ത്രീധനം കൊടുത്തുപോയി. അത് കൊടുക്കാൻ പാടില്ല. ഇനിയെങ്കിലും നമ്മളെ രക്ഷകർത്താക്കൾ പെൺകുട്ടിയൊക്കെ സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരു കുട്ടിയെ കൊടുക്കാതിരിക്കുക. ഈ സ്ത്രീധനം എന്നുള്ളത് നമുക്ക് വേണ്ട, അത് മാറ്റണം. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൽ സംതൃപ്തിയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നമ്മൾ കണ്ടെത്തിയ ഓറൽ എവിഡൻസ്, നമ്മൾ അതുമായിട്ട് കണ്ടെത്തിയ ഡോക്യുമെന്ററി എവിഡൻസ്, ഈ എവിഡൻസിനോടൊപ്പം തന്നെ ഈ വിസ്മയുടെ കൂട്ടുകാരികൾക്ക് അയച്ച ചാറ്റ് മെസ്സേജസ്, അവർ വോയിസ് റെക്കോർഡിങ്സ്, ഇതെല്ലാം തന്നെ ഈ ഡൗറി ആയിട്ടുള്ള കുറെ കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. സുപ്രീം കോടതി നേരത്തെ അനുവദിച്ച ജാമ്യം റദ്ദാക്കി പ്രതി കിരൺകുമാറിനെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. സ്ത്രീധനത്തിന്റെ പേരിൽ ഇറ്റുവീണ ഓരോ കണ്ണുനീർത്തുള്ളിക്കും കാലം നൽകിയ മറുപടിയാണ് ഇന്നത്തെ കോടതി വിധി. പെണ്ണുകെട്ടാനിറങ്ങുമ്പോൾ നോട്ടം ജുവലറിയിലേക്കും ബാങ്ക് ബാലൻസിലേക്കും ഓസിന് കിട്ടുന്ന കാറിലേക്കുമാകരുത്. ഹരിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. മകൾക്ക് സംഭവിച്ചത് മറ്റാർക്കും ഉണ്ടാകരുതെന്ന് വിസ്മയുടെ അമ്മ. വിധി സമൂഹത്തിന് മാതൃകയാകണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂട്ടർക്കും നന്ദി അറിയിക്കുന്നതായും വിസ്മയുടെ അമ്മ പറഞ്ഞു. കുറ്റക്കാരനാന്ന് അറിഞ്ഞത് സന്തോഷം. എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇതൊരു മെസ്സേജായി ബാക്കിയുള്ള കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കിരൺകുമാറിന് ജീവപര്യന്തം തടവ് ശിക്ഷയെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി മാതൃകാപരമാണ്. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി പിരിച്ചുവിട്ടുവെന്ന വിമർശനം തനിക്കെതിരെ ഉണ്ടായെന്നും മുഖ്യമന്ത്രിയുടെ പിന്തുണയാണ് പിരിച്ചുവിടാനുള്ള ആത്മവിശ്വാസം നൽകിയതെന്നും ആന്റണി രാജു പറഞ്ഞു. ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് പൊതുവായി പല മേഖലകളിലും നടക്കുന്നതെന്നാണ്. അതിനെതിരെയുള്ള ഈ വിധി തീർച്ചയായിട്ടും നാളത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വളരെ ശക്തമായ വിധി തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജീവപര്യന്തമെങ്കിലും തടവ് ശിക്ഷയെങ്കിലും കൊടുക്കാൻ കോടതി തയ്യാറാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വെണ്ണല വിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിന് ഉപാധികളുടെ ഇടക്കാല ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്യ പ്രസ്താവന പാടില്ലെന്നും PC ജോർജിന് കോടതി നിർദ്ദേശം നൽകി. PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 26 വിധി പറയും. മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്യ പ്രസ്താവന പാടില്ലെന്ന് PC ജോർജ് ഉറപ്പു നൽകിയത് പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത്. 30 വർഷം MLA ആയിരുന്ന തന്നെയും കുടുംബത്തെയും പോലീസ് പീഡിപ്പിക്കുകയാണെന്നും പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിമാറ്റിയാണ് കേസെടുത്തതെന്നും PC ജോർജ് വാദിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നേരത്തെ കോടതി നൽകിയ മാനദണ്ഡങ്ങൾ PC ജോർജ് ലംഘിച്ചെന്ന് DGP ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഉപാധികളോടെ കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഇടക്കാല ജാമ്യം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ്. അത് പരമോന്നത നീതിപീഠത്തിൽ നിന്നും നമുക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. PC ജോർജ് ഒളിവിലാണ് എന്ന പോലീസ് വാദം അഭിഭാഷകൻ തള്ളി. ഒളിവിലാണെങ്കിൽ എങ്ങനെ വക്കാലത്തൊപ്പിടാൻ കഴിയുമെന്ന് അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് ചോദിച്ചു. ഒളിവിലാണോ? ഒളിവിലാണെങ്കിൽ പുള്ളി എങ്ങനെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത്? പുള്ളിക്കാരൻ വിജയവനന്റെ ഓഫീസിൽ വന്നിട്ട് വക്കാലത്തൊപ്പിട്ട് കൊടുത്തു. കൊച്ചി വെണ്ണലയിൽ ഒരു പൊതുചടങ്ങിലാണ് PC ജോർജ് വിവാദമായ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചത്. PC ജോർജ് വിദേശത്തേക്ക് പോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. കായംകുളം സ്വദേശി ഷിഹാബുദ്ദീനാണ് ഹർജി നൽകിയത്. ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. തിരുവനന്തപുരത്തെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 26 വിധി പറയും. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വെണ്ണലയിൽ പ്രസംഗിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് പരിപാടിക്കിടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ചതിൽ അന്വേഷണവുമായി പോലീസ്. SDPI പ്രവർത്തകന്റെ തോളിലിരുന്ന് ചെറിയ കുട്ടിയാണ് ഇതര മതവിഭാഗങ്ങളെ വെല്ലുവിളിച്ചുള്ള മുദ്രാവാക്യം വിളിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ജനമഹാസമ്മേളനത്തിന്റെ റാലിയിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർന്നത്. മുതിർന്ന വ്യക്തിയുടെ തോളിലിരുന്ന കുട്ടിയാണ് മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ചത്.
ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെയും രക്ഷകർത്താക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റാലിയിലെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ടും സ്ഥിരീകരിച്ചു. സംഘടന അംഗീകരിച്ച മുദ്രാവാക്യമല്ല വിളിച്ചതെന്നും തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിയതിൽ നടപടിയെടുക്കണമെന്ന് BJP നേതാവ് AN രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരു കൈക്കുഞ്ഞനും തോളിലേറ്റി ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നടത്തുന്ന ക്രിയകളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വേറെ ഭാഗത്ത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അപ്പോൾ കേരളത്തിൽ മത തീവ്രവാദ ഭീകരവാദ ശക്തികൾ എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടുന്നൊരു കാലയളവാണ്. ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകോപന മുദ്രാവാക്യത്തിൽ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് K. സുരേന്ദ്രൻ. കണ്ണിൽ പൊടിയിടാനായി മാത്രം FIR രജിസ്റ്റർ ചെയ്തു. തൃക്കാക്കരയിൽ പോപ്പുലർ ഫ്രണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ആയതിനാലാണ് നടപടിയെടുക്കാത്തതെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. സർക്കാരിനെതിരെ KCBC മതവർഗീയ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന സർക്കാർ നിലപാട് അപകടകരമെന്ന് KCBC വ്യക്തമാക്കി. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്വേഷ മുദ്രാവാക്യം മുൻനിർത്തിയാണ് KCBCയുടെ പ്രതികരണം. കൊച്ചുകുട്ടിയുടെ മുദ്രാവാക്യം നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. അതീവ ഗുരുതരമായ വിഷയത്തിൽ പോലും നടപടിയെടുക്കാൻ സർക്കാർ മടിച്ചു നിൽക്കുന്നുവെന്നും KCBC കുറ്റപ്പെടുത്തി. ഇടവേള. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് കഴിഞ്ഞ മെയ് 15-നാണ് തുടക്കമായത്. പ്രകൃതിയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഉത്സവമാണ് കൊട്ടിയൂരിലേത്. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ വിജയ് ബാബു ജോർജിയയിൽ നിന്ന് ദുബായിൽ തിരിച്ചെത്തി. ദുബായ് എംബസിയുമായി പോലീസ് ബന്ധപ്പെട്ടു. വിജയ് ബാബു നാട്ടിലെത്തിയാൽ ഉടൻ അറസ്റ്റെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. വിജയ് ബാബു തിരിച്ചെത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പോലീസ് പാസ്പോർട്ട് റദ്ദാക്കിയതിനാൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് വിജയ് ബാബുവിന്റെ അഭിഭാഷകൻ അറിയിച്ചു. പ്രചരണാവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. മുന്നണി സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനങ്ങൾക്ക് പുറമെ വാഹന പ്രചാരണങ്ങളിലേക്കും റോഡ് ഷോകളിലേക്കും മാറി. കടന്നു വരികയാണ്. കൊല്ലാപുരം കോട്ടയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിന്റെ ജനനായകനിതാ എണ്ണിക്കൊടി പാലിക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെ പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ രാവിലെ തുടങ്ങി. പ്രചാരണം മുന്നേറുമ്പോൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടി വരുന്നതായി ജോ ജോസഫ് പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രചാരണ പരിപാടികൾ നിർണായകമാകുമെന്നും സ്ഥാനാർത്ഥി. അവസാന ലാപ്പിലോട്ട് വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളത്. നോക്കിയാൽ നിങ്ങൾ പുറകിൽ കാണാം ആവേശത്തിന്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ 100% പൂർണ്ണമായ വിജയ പ്രതീക്ഷയിലാണ് നാം. റോഡ് ഷോയും ഭവന സന്ദർശനവും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്. തൃക്കാക്കര മണ്ഡലത്തിൽ PT തോമസ് നടപ്പാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും ഉമ. PT നിലപാടിന്റെ രാജകുമാരനാണ്. നിലപാടിന്റെ രാഷ്ട്രീയം മുറുക്ക പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വികസന സ്വപ്നങ്ങൾക്ക് പകുതി വഴിയിലെത്തിയപ്പോൾ വികസന സ്വപ്നങ്ങൾ എല്ലാം തീർത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോക്ക്. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. കടകൾ കയറിയും ഭവന സന്ദർശനവും തുടരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരം NDAയും UDFും നേരിട്ടാണെന്നും LDF ചിത്രത്തിലില്ലെന്നുമാണ് AN രാധാകൃഷ്ണന്റെ അവകാശവാദം. തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ വാട്ടർലൂ ആണ്. ഞാനും കോൺഗ്രസും തമ്മിലാണ് മത്സരം. പിണറായി വിജയൻ 3ാം സ്ഥാനത്തേക്ക് പോകും. പ്രചാരണത്തിന് അവസാന ആഴ്ചയെത്തുമ്പോൾ തൃക്കാക്കര ആവേശ കൊടുമുടിയിലാണ്. തൃക്കാക്കരയിൽ പ്രചാരണം അതിന്റെ മൂർധന്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ ആഴ്ചയിൽ തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്യും. പരമാവധി ആവേശത്തിലേക്ക് മണ്ഡലം മാറുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന് LDF ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നു. തെളിവ് സഹിതം UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും സുപ്രീംകോടതി വരെ പോകേണ്ടി വന്നാലും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.
വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുകയാണ്. ഇത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ പെൻഷൻ മേടിക്കത്തില്ല, ജയിലിൽ അയക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ ഞങ്ങൾ പോകും. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച കൃത്യമായ പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടും. കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി. കഴുത്തറ്റം വരെയുള്ള വെള്ളക്കെട്ട് മാറി, ഇപ്പോൾ ഉപ്പൂറ്റി വരെയുള്ളൂ. അത് ഉടൻ മാറുമെന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഫലപ്രദമായ ഇടപെടൽ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പെട്രോൾ വിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ ഇളവ് അതേപടി പ്രാബല്യമാവാത്തതിന് കാരണം അടിസ്ഥാന വില വർദ്ധിച്ചത് മൂലം. നികുതി കുറച്ചതിന് പിന്നാലെ പെട്രോളിന് അടിസ്ഥാന വിലയിൽ 79 പൈസയുടെ വർധന കേന്ദ്രം വരുത്തി. അതേസമയം സർക്കാരുകൾ പ്രഖ്യാപിച്ച പ്രകാരമുള്ള ഇളവ് ഡീസൽ വിലയിൽ ലഭിക്കുന്നുണ്ട്. പെട്രോൾ നികുതിയിൽ 8 രൂപയുടെ കുറവാണ് കേന്ദ്രം വരുത്തിയത്. സംസ്ഥാനം പ്രഖ്യാപിച്ച നികുതി ഇളവ് 2 രൂപ 41 പൈസ. രണ്ടും കൂടി ചേരുമ്പോൾ 1 ലിറ്ററിന് 10 രൂപ 41 പൈസയുടെ കുറവുണ്ടാവണം. എന്നാൽ 9 രൂപ 40 പൈസയുടെ കുറവ് മാത്രമാണ് പെട്രോൾ വിലയിൽ ഉണ്ടായത്. ഇതിനു കാരണം പെട്രോളിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചത് മൂലമാണെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരണം. പെട്രോൾ നികുതി കുറച്ചതിന് പിന്നാലെ അടിസ്ഥാന വിലയിൽ 79 പൈസയുടെ വർധനവ് കേന്ദ്രം വരുത്തി. ഫലത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരമുള്ള പൂർണ്ണമായ ഇളവ് കേരളത്തിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ ഡീസൽ വിലയുടെ അടിസ്ഥാന വിലയിൽ മാറ്റമുണ്ടാവാത്തതിനാൽ ഇളവ് പൂർണ്ണമായി ലഭ്യമാകുന്നു. ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയിരുന്ന റോഡ് സെസ് ഇളവ് വരുത്തിയാണ് ഇന്നലെ കേന്ദ്രം വിലക്കുറവ് പ്രഖ്യാപിച്ചത്. അടിസ്ഥാന വിലയിൽ വരും ദിവസങ്ങളിലും മാറ്റമുണ്ടായാൽ വീണ്ടും വില ഉയരുന്നതിന് കാരണമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ചിങ്ങവനം ഏറ്റുമാനൂർ ഇരട്ടപ്പാതയിൽ റെയിൽവേയുടെ സുരക്ഷാ പരിശോധന പൂർത്തിയായി. ഏറ്റുമാനൂർ പാറോലിക്കൽ മുതൽ ചിങ്ങവനം വരെയാണ് പരിശോധന നടത്തിയത്. നിശ്ചയിച്ച പ്രകാരം ശനിയാഴ്ച മുതൽ ട്രെയിൻ ഓടിക്കാനാണ് ശ്രമം. രാവിലെ മുതൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന സുരക്ഷാ പരിശോധനയാണ് പൂർത്തിയായത്. പരിശോധനയിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷൻ അഭയ് കുമാർ റായ് തൃപ്തി രേഖപ്പെടുത്തി. മുൻ നിശ്ചയിച്ച പ്രകാരം ശനിയാഴ്ച മുതൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. This is an ongoing process. In fact, today is an inspection, but before that also I have been going through the drawings and records and all that. So it is a long process. രാവിലെ ട്രോളിയിലാണ് ഉദ്യോഗസ്ഥർ യാത്ര നടത്തിയത്. ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ബോഗി ഉൾപ്പെടുന്ന എഞ്ചിൻ ട്രാക്ക് വഴി ഓടിച്ചു. 120 കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ ഓടിയത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നൽ സംവിധാനം അടക്കമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കാനാണ് ശ്രമം. അങ്ങനെ വന്നാൽ ശനിയാഴ്ച മുതൽ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാകും. കോട്ടയം MP തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ പരിശോധന വിലയിരുത്താനെത്തി. ചിങ്ങവനം ഏറ്റുമാനൂർ പാത പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരട്ടപ്പാത നിർമ്മാണം കൂടിയാണ് പൂർത്തിയാകുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോട്ടയം കിടങ്ങൂരിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് പിഞ്ചു കുഞ്ഞു മരിച്ചു. ജെ ശരണ്യ ദമ്പതികളുടെ 1 വയസ്സുള്ള മകൾ ഭാഗ്യയാണ് മരിച്ചത്. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ശരണ്യയുടെ ചിമ്പിള വളർകോട് വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. ജപ്പാനിലെ ബിസിനസ് പ്രമുഖരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും.